ഹായ്, ഞാൻ പീപ്പിൾസ്. വെൽക്കം ടു ദ വീഡിയോ. ഇത് നിസാന്റെ ഒരു ട്രക്കാണ്. ഈ ട്രക്കാണ് ഓൾമോസ്റ്റ് 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീച്ചിട്ട് ക്ലയന്റിന്റെ വീട്ടിലോട്ട് പോകാൻ ഓർത്താണ് ഫോണിലാ മെസ്സേജ് യെല്ലോ വാർണിംഗ് അലേർട്ട്. അപ്പൊ ഈ വീട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിറ്റിയിൽ നിന്നൊക്കെ മാറി കുറച്ച് ഔട്ടറിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ പോകുന്ന വഴികൾ മൊത്തം ക്ലീൻ ചെയ്യാൻ അവർക്ക് കുറച്ച് ടൈം എടുക്കും. കാരണം ഇത് മെയിൻ സ്ട്രീം അല്ല, ഇത് സബ് റോഡുകളാണ്. ഇവിടെ ഇച്ചിരി വൈകും ക്ലീൻ ചെയ്യാൻ. ഉണ്ടല്ലേ, ഫുള്ളും മഞ്ഞായി കിടക്കുകയാണ്. അതായത് അടി ഫുൾ തട്ടുന്ന രീതിയിലാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള പോക്ക് മൊത്തം. ഇതിന്റെ ആഴം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ നോക്കിക്കുക എൻ്റെ കാല് എത്രത്തോളമാണ് മഞ്ഞിൽ പതിയുന്നതെന്ന്. പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നൈസിന് തിരിച്ചു പോകുന്നതാണ് നല്ലത്. കാരണം ഇനി അങ്ങോട്ട് നല്ല സ്നോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. ഞാനിത് വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ സെഡാൻ വണ്ടികളുടെ മെയിൻ പ്രശ്നം ഇതാണ്. ഇനി എൻ്റെ നെക്സ്റ്റ് ക്ലയൻറ്റിൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. ഇത് തിരിച്ച് കിങ്സ്റ്റണിലോട്ട് ഞാൻ പോകുന്ന വഴിയാണ്. വഴി തന്നെ കണ്ടത് നന്നായിട്ടും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം തന്നെ എല്ലാ വണ്ടികളും 80 മൈൽസ് പെർ അവറിൽ പോവേണ്ട വണ്ടികളെല്ലാം ഇപ്പം 40 സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. കീ നമ്മുടെ ഓൾഡ് ഫാഷൻ കീ തന്നെയാണ്. 3,39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു പഴയൊരു വണ്ടിയാണ്. ഇത് പുതിയ ജനറേഷൻ വണ്ടികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. വണ്ടിയറിനെ തന്നെ 4 വീൽ ഡ്രൈവിൻ്റെ 2023 $50,000 പോകും. മഞ്ഞ് നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം. അപ്പോൾ ഇത് ഈ വണ്ടി റിവേഴ്സ് ഇടുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റേ ക്ലീനിങ്ങിനുള്ള വണ്ടി വരും, ട്രക്കുകൾ പോയി. അവരിവിടുത്തെ ലോക്കൽസ് ആണ്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ക്ലീനിങ് അവരാണ് ചെയ്യുന്നത്. ഇതെൻ്റെ ക്ലയൻറ്റിൻ്റെ വണ്ടിയാണ്. എനിക്ക് എല്ലാ വെനസ്ഡേ ഈ വീട്ടിലൊരു വിസിറ്റ് ഉണ്ട്. അപ്പം ഇതൊരു കൺട്രി സൈഡിലുള്ളൊരു വീടുകളാണ് ഇത് മൊത്തം. ജീവിക്കുന്ന ഭൂരിഭാഗമായിട്ടുള്ള ആൾക്കാർ മൊത്തം പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രായമായ അപ്പം വേണം ഇനി എല്ലാം ഈ കാറും ക്ലീനാക്കി ആ ഡ്രൈവേയും ക്ലീൻ ആക്കിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാറും ഡ്രൈവേയും പോകുന്നതിന് മുമ്പ് ഞാൻ ക്ലീൻ ആക്കി കൊടുത്തിട്ട് പോകും. അത് അപ്പൂപ്പന് നല്ല ആശ്വാസമാവും. പിന്നെ അപ്പൂപ്പൻ 2 കുതിരയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റൊക്കെ മേടിച്ചു കൊടുക്കും കുതിരയ്ക്ക്. വിൻ്റർ ആയതുകൊണ്ട് കുതിര ആക്റ്റീവ് ആയിരിക്കും. അതിൻ്റെ മേത്തൂടെ ഒരു ഷീറ്റ് ഇടും. അത് ഈ വിൻ്ററിൽ നിന്നൊക്കെ ആ കുതിരയ്ക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. കണ്ടില്ല, സുന്ദര കുട്ടപ്പനായ വണ്ടി. ഇത് കണ്ടില്ല, വലിയ സ്റ്റിക്കാണ്. അപ്പം ഇത്രയും വലിയ വണ്ടികൾക്ക് വലിയ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയിലൊക്കെ കൊച്ചു സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രയും വലുതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി ജീവിക്കുന്ന വയസ്സായ ആൾക്കാർ ഒരിക്കലും ഈ സിറ്റിയിലോട്ടോ ടൗണിലോട്ടൊപ്പം മൂവ് ചെയ്യത്തില്ല. അടുത്ത വീടുകളും കാണത്തില്ല. ഇൻ കേസ് ഒരു എമർജൻസി കേസോ എല്ലാം വന്നു കഴിഞ്ഞാൽ അവർ 911 അല്ലെങ്കിൽ പാരാമെഡിക്കിന് മാത്രമേ വിളിക്കത്തുള്ളൂ. അവർക്ക് ഒട്ടും വയ്യാതായി കഴിഞ്ഞാൽ മാത്രമേ അവർ റിട്ടയർമെൻറ്റ് ഹോമിലോട്ടോ നഴ്സിംഗ് ഹോമിലോട്ടോ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ അവർ. അതുകൊണ്ട് ഞാൻ അപ്പൂപ്പൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ദയവ് ചെയ്ത് പുറത്തുനിന്ന് പോയി വീടെടുത്തത്. ഇതൊരു കൺട്രി സൈഡ് ആയതുകൊണ്ട് ബാക്ക് ഇറങ്ങി പോയിട്ട് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്കത്. അതുകൊണ്ടാണ് ഞാൻ അധികം ബാക്ക് എടുക്കാത്തൊരു വണ്ടി. ഓക്കെ, ഫൈനലി നമ്മൾ വണ്ടി രണ്ടും പാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈസൻസ് പ്ലേറ്റ് ഒന്നും കാണാൻ പോലും വയ്യ. അങ്ങനെ വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലോട്ട് പോകുമ്പോഴും ഭയങ്കര മഞ്ഞുണ്ട് കേട്ടോ. ഞാൻ വളരെ പയ്യാണ് പോകുന്നത്, കാരണം ഫ്രണ്ടിലുള്ള റോഡ് ഭയങ്കര സ്ലിപ്പറി ആയിട്ട് കിടക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു, ബൈ.